ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹ വന്ദനത്തോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മ സ്നാനം എന്നുള്ള അതിപ്രാധാന്യം അറിയിക്കുന്ന വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ പ്രാധാന്യമുള്ളതാണെന്ന് ഈ ശുശ്രൂഷയുടെ അവതാരകനായിട്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവൻ നമ്മളോട് ഓർപ്പിച്ചു. ഇത് അതേ ഗൗരവം നൽകിക്കൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി യാതൊരു മുൻവിധിയും കൂടാതെ നിങ്ങൾ ഈ വചനങ്ങളെ പരിശോധിക്കുന്നുവെങ്കിൽ സത്യം എന്താണെന്നുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തി തരും. നമ്മൾ ചിന്തിച്ചു വന്നത് പരിശുദ്ധാത്മ സ്നാനം സംഭവിച്ച രണ്ട് സന്ദർഭങ്ങളെക്കുറിച്ചാണ്. ഇത് വളരെ ആവർത്തിക്കാനുള്ള കാരണം, ആത്മസ്നാനം എന്ന് പറയുന്ന പേരിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന രണ്ട് സംഭവങ്ങളെ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തേത് നടന്നത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം ഉണ്ടായ ആദ്യത്തെ പെന്തക്കോസ്ത് നാളിലാണ്. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. അത് ജാതികളുടെ പ്രതിനിധിയായിട്ട് കൊർന്നല്യോസ് എന്നൊരു നല്ല മനുഷ്യനെ സഭയിലേക്ക് ചേർക്കുന്നതിൻ്റെ നടപടിയായിട്ട്, അല്ലെങ്കിൽ അതിനെ യഹൂദന്മാരെ ഒരുക്കുന്നതിന് വേണ്ടി, അവർക്ക് ബോധ്യം വരുത്തുന്നതിന് വേണ്ടി കൊർന്നല്യോസിന്റെ വീട്ടിൽ വെച്ച് നടന്ന ആത്മസ്നാനം. ഈ രണ്ട് കാര്യങ്ങളെ ആത്മസ്നാനം എന്ന പേരിൽ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുകയുള്ളൂ. അതൊന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കണം, അല്ലെ കോൺക്രീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഈ പഠനം തുടരുവാൻ. അക്കാര്യത്തിൽ സംശയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ ദൂരീകരിച്ചതാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഈ ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ നൽകിയതിൻ്റെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നുള്ളതാണ്. വ്യക്തമായി നമ്മൾ പറഞ്ഞു 4 ഉദ്ദേശ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തേത്, ഈ അപ്പോസ്തലന്മാർക്ക് ശക്തി വേണം. കാരണം അവർ സാധാരണ മനുഷ്യരാണ്. വളരെ ഭയപ്പെട്ടിരുന്ന ഒരു സമയത്താണ് ഈ സഭയുടെ ആരംഭം. യേശുവിനെ ക്രൂശിച്ചിട്ട് ഏതാണ്ട് 50 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ സന്ദർഭത്തിൽ അതിശക്തിയോടുകൂടി അതേ നഗരത്തിൽ സുവിശേഷം ഘോഷിക്കണമെന്ന് വരികിൽ അതിനുള്ള ധൈര്യം വേണം. ആ ധൈര്യം നൽകുവാനായിട്ട്, തുടർന്നുള്ള പ്രവർത്തനത്തിനുള്ള മാർഗനിർദ്ദേശം നൽകുവാനായിട്ട്, ഇവരെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാനായിട്ട്, ഇനി കർത്താവ് മുഴുവൻ കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കാനായിട്ട് അന്നേരം സാധിച്ചിട്ടില്ല ഈ ചെറിയ പീരീഡിൽ. അപ്പോൾ വളരെ കാര്യങ്ങൾ പിന്നെ അവർക്ക് അറിവിലേക്ക് വരാനായിട്ടുണ്ട്, വചനങ്ങൾ വെളിപ്പെടാനുണ്ട്. അതൊക്കെ നൽകുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്ത് നാളിൽ ഈ ആത്മസ്നാനം നൽകിയത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഇങ്ങനെ അവർക്ക് ലഭിച്ച ഈ അരുളപ്പാടുകൾ അവർ ജനങ്ങളോട് അവതരിപ്പിക്കുമ്പോൾ അത് ശരിയാണോ, ദൈവത്തിൽ നിന്നാണോ എന്നൊക്കെയുള്ളത് സ്ഥാപിക്കേണ്ടിയിരുന്നു. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രത്യേക കഴിവുകൾ ഈ ആത്മസ്നാനം വഴി ലഭിച്ചിരുന്നു. ഇനി അതും കൂടാതെ അവർക്ക് ലഭിച്ച ഈ കാര്യങ്ങളെ, ഇവർ 12 പേരേ ഉള്ളൂ, ബാക്കി ആളുകൾ സഭയിലെ വിശ്വാസികളാണ്. അവരിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ മേൽ കൈവെപ്പ് നൽകി അവരിലേക്ക് ഈ വരങ്ങൾ പകർന്നു കൊടുക്കാനും അവരിലൂടെ തുടർന്ന് ആ തലമുറയിൽ ഈ വചനത്തെ ഉറപ്പിച്ചു പോരാനായിട്ടുമുള്ള കഴിവ് ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു ആത്മസ്നാനം പെന്തക്കോസ്ത് നാളിൽ നൽകിയത്. അപ്പൊ അവർക്ക് കഴിവ് ലഭിച്ചെന്ന് മാത്രമല്ല, അവർക്ക് കിട്ടിയ കഴിവ് അവർ കൈവപ്പിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ആ തലമുറയ്ക്ക് ശേഷം പിന്നീട് അത് കൈവപ്പിച്ച് മാറിപ്പോകാനായിട്ട്, കൊടുക്കാനായിട്ട് സാധ്യമല്ല എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വ്യക്തമായിട്ട് ശമരിയിലെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഇനി അതും കൂടാതെ നാലാമത്തെ റീസൺ എന്ന് പറയുന്നത്, സഭയെ സ്ഥാപിക്കുമ്പോൾ അതിന് ചില ബൈലോസ് ഒക്കെ വേണം, അതിന് ചില ചട്ടങ്ങൾ വേണം. അവിടെ എങ്ങനെയൊക്കെയാണ് കർത്താവിൻ്റെ സഭയുടെ ദൈവരാജ്യത്തിൽ പെരുമാറേണ്ടതെന്നൊക്കെ ഉള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള ബോധ്യം ജനങ്ങൾക്ക് കൊടുക്കണം. ചില ശിക്ഷണ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ട് സഭയെ ക്രമീകരിക്കണം. അതിനുവേണ്ടിയാണ് ഈ ആത്മസ്നാനം എന്ന പ്രത്യേക, ആത്മാവിൻ്റെ ഒരു പ്രത്യേക അളവ് അപ്പോസ്തലന്മാർക്ക് പെന്തക്കോസ്ത് നാളിൽ നൽകിയെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ വളരെ വേഗത്തിൽ ചിന്തിക്കാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ സംഭവം എന്ന് വിശേഷിപ്പിക്കുന്ന കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഉദ്ദേശമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്.
ഇപ്പൊ ഇതുപോലെ വേറെ ഒരു സംഭവം ബൈബിളിൽ ഇല്ല, പുതിയ നിയമത്തിലില്ല. ജാതിയായിരുന്ന ഒരു വ്യക്തിക്ക് ജലസ്നാനം, അതായത് ക്രിസ്ത്യാനിയാകുന്നതിന് മുമ്പ്, ജലസ്നാനം ഏൽക്കുന്നതിന് മുമ്പ് ആത്മസ്നാനം ലഭിച്ച ഒരൊറ്റ സംഭവമേ പുതിയ നിയമത്തിലുള്ളൂ. അത് തന്നെ വളരെ അതിൻ്റെ ആ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഒരൊറ്റ സംഭവം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഇന്ന് വേഗത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ജാതികളും യഹൂദന്മാരും തമ്മിൽ അന്ന് ഉണ്ടായിരുന്ന ബന്ധം എങ്ങനെയായിരുന്നു, റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ തൊട്ടുകൂടായ്മ എന്നൊക്കെ പറയുന്ന ഒരു അനുഭവം, ഒരു രീതി അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ യഹൂദന്മാരുടെ ഇടയിൽ യഹൂദനല്ലാത്തവനുമായി യാതൊരു വിധമായ സമ്പർക്കവും യഹൂദന് ഉണ്ടായിരുന്നില്ല. ജാതികളൊക്കെ അഗ്രചർമ്മികളാണ്, അല്ലെങ്കിൽ അവരൊക്കെ ദൈവത്തിന്റെ ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള യാതൊരു ഇടപെടലുകളും യഹൂദന് നിഷിദ്ധമായിരുന്നു. അപ്പൊ യഹൂദൻ ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് ആരെങ്കിലുമായിട്ട് അങ്ങനെ തൊടുകയോ ഒക്കെ ചെയ്യേണ്ട സാഹചര്യം വന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം മാത്രമേ അവന് വീട്ടിൽ പോലും കയറാനായിട്ടുള്ള അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു അകലം പാലിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ഈ യഹൂദന്മാർ. അങ്ങനെയുള്ള യഹൂദന് ജാതിയെ സഭയിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. അവന്റെ കൂടെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ ഒരു ജാതികളിൽ നിന്നും കുറെ ആളുകൾ സഭയുടെ ഭാഗമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിപ്ലവമാണ്. അത് ഉൾക്കൊള്ളാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു അവിടെ സാഹചര്യം. എന്നാൽ ജാതികളായ ആൾക്കാർക്ക് യഹൂദ മതാനുസാരിയാകാൻ പറ്റും. അതായത് പരിച്ഛേദനയൊക്കെ ഏറ്റ് യഹൂദന്റെ ന്യായപ്രമാണമൊക്കെ അവൻ അംഗീകരിച്ചുകൊണ്ട് പഴയ നിയമകാലത്ത് അങ്ങനെ ഒരാളായിരുന്നു ഈ ഷണ്ണൻ എന്നൊക്കെ പറയുന്ന ആൾ. എത്യോപ്യക്കാരനായ ഷണ്ണൻ യഹൂദനല്ലായിരുന്നു, പക്ഷെ അയാൾ യഹൂദ മതാനുസാരിയായിരുന്നു. അതുകൊണ്ടാണ് അയാൾ അത്രയും ദൂരമൊക്കെ സഞ്ചരിച്ച് പെരുന്നാളിന് യെരൂശലേമിലേക്ക് വരുന്ന കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 10 വർഷക്കാലം സഭ യഹൂദന്റെ സഭയായിരുന്നു. നമ്മളൊരു ജാതീയമായിട്ട് തന്നെ പറയുവാണെങ്കിൽ അതിനകത്ത് വേറെ ഒരു ജാതിയുമില്ല. യഹൂദനുണ്ട്, യഹൂദ മതാനുസാരി സ്നാനമേറ്റ്, അതായത് ഷണ്ണനാണ് അതിന്റെ എക്സാമ്പിൾ. അങ്ങനെയുള്ള ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിരുന്നു ആദിമ സഭ ആദ്യത്തെ 10 വർഷക്കാലം. അവിടെ ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകണം. അത് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണത്. കാരണം യോവേല് പ്രവാചകനിലൂടെ പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞു. അപ്പോ സകല ജഡം എന്ന് പറഞ്ഞാൽ യഹൂദൻ പ്ലസ് ജാതിയാണ് സകല ജഡം. യഹൂദന് പെന്തക്കോസ്ത് നാളില് യഹൂദന്മാരെ പ്രതികരിച്ചുകൊണ്ട് 12 അപ്പോസ്തലന്മാർക്ക് ലഭിച്ചു കഴിഞ്ഞ കാര്യം നമുക്കറിയാം. ഇനിയിപ്പോ ജാതികൾ ഇതുവരെയും വന്നിട്ടില്ല. അപ്പൊ ജാതികൾക്ക് എന്തിനു കൊടുത്തു എന്നുള്ള പർപ്പസാണ് നമ്മളിപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പർപ്പസ് ജാതിയെയും യഹൂദൻ അംഗീകരിക്കണം. സഭയിൽ അവരുടെ സഹോദരങ്ങളായിട്ട് ജാതികളെയും അംഗീകരിക്കണം. അത് നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. അത് തലമുറകളായിട്ട് ഇവരിങ്ങനെ ഒരു തൊട്ടുകൂടായ്മ പാലിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതിന് ദൈവം വളരെ ഭംഗിയായിട്ട് 4 കാര്യങ്ങൾ ചെയ്യുന്നു. ഈ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള യഹൂദന്മാർക്ക് ഈ ജാതിയും നമ്മളെപ്പോലെ തന്നെ കർത്താവിന്റെ സഭയിൽ ദൈവരാജ്യത്തിൽ നമ്മളെപ്പോലെ തന്നെയുള്ള സ്ഥാനം അവർക്കുണ്ട് എന്ന് അംഗീകരിക്കണമെങ്കിൽ യഹൂദന് കിട്ടിയ അതേ അളവിൽ, അതേ അത്ഭുതകരമായ ആ സംഭവം ഈ ജാതികൾക്കും ലഭിച്ചാൽ മാത്രമേ അവരെ യഹൂദൻ അംഗീകരിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ദൈവം ഈ കൊർന്നല്യോസിനോട് ഇടപെടുകയാണ്. നമുക്കറിയാം കൊർന്നല്യോസ് ആരായിരുന്നു എന്ന്. വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ധാരാളം ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത ആളായിരുന്നു. പള്ളികളൊക്കെ യഹൂദന്മാർക്ക് വെച്ചു കൊടുത്ത ആളായിരുന്നു. പക്ഷെ അയാൾ യഹൂദ മതാനുസാരി ആയിട്ടില്ല. അയാളൊരു ദൈവഭക്തനായ മനുഷ്യൻ എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ആ മനുഷ്യന് ആണ് ദൈവം ഈ ഒരു കാര്യത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ജാതികളുടെ പ്രതിനിധിയാകാൻ വേണ്ടിയിട്ട് ഈ മനുഷ്യനെയും അയാളുടെ കുടുംബത്തെയും കുറച്ച് സ്നേഹിതന്മാരുണ്ട്, അവരെയുമാണ് ദൈവം തെരഞ്ഞെടുത്തത്.
അതിനുവേണ്ടി എന്ത് ചെയ്തു? ഒന്നാമതായിട്ട് ഈ പത്രോസ് എന്ന പേരുള്ള ഒരാള് യോപ്പയില് താമസിക്കുന്നുണ്ട്. അപ്പൊ നീ അങ്ങോട്ട് ആളയച്ച് ആ പത്രോസിനെ വിളിപ്പിക്കണം നിന്റെ വീട്ടിലേക്ക്. ഇതൊരു എന്താണ്, ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു കാര്യമായിട്ടാണ്. അതായത് ഒരു ദൂതൻ വന്നിട്ട് പറയുകയാണ്. ആക്ച്വലി ഒരു ദർശനമാണ് അവിടെ ഉണ്ടാകുന്നത്. ദർശനം എന്ന് പറയുമ്പോൾ പകൽ സമയത്ത് തന്നെ ഒരാൾ കണ്ണൊക്കെ തുറന്നിരിക്കുമ്പോൾ തന്നെ അയാൾ കാണുന്ന ഒരു വിഷനെയാണ് നമ്മൾ ദർശനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു അസാധാരണമായ കാര്യമാണ്, സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്ന ഒന്നല്ല. അപ്പൊ ദൈവത്തിന്റെ ഇടപെടലാണ്. ഈ അസാധാരണമായ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇത് അംഗീകരിക്കപ്പെടുകയുള്ളൂ എന്ന് ദൈവത്തിന് അറിയാം. അത് പിന്നീട് നമ്മൾ ഈ പാഠം പഠിച്ചു വരുമ്പോൾ നമുക്ക് കൂടുതൽ ബോധ്യമാകും എന്തുമാത്രം പ്രയാസമായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ദൈവം ആദ്യമായിട്ട് ചെയ്ത് കൊർന്നല്യോസിന് ഒരു ദർശനം കൊടുക്കുന്നു. ഒരു ദൂതൻ വന്ന് പറയുന്നു, നീ ഇന്നത്തെ ഒരാളുണ്ട്, യോപ്പയിൽ ഒരാളുണ്ട്, അയാളെ വിളിപ്പിക്കണം. രണ്ടാമതായി സംഭവിച്ചത്, ഇനി ഇവിടെ ഇടപെടുന്നത് പത്രോസിനോടാണ്. പത്രോസിനും കൊടുക്കുകയാണ് ഒരു ദർശനം. അദ്ദേഹം ഒരു തുപ്പട്ടി, ഒരു വലിയ ഒരു പുതപ്പ് പോലെ ഒരു സാധനം, എല്ലാ കോണും മേലോട്ട് വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് നമ്മുടെ ഭാവനയെ കണ്ടാൽ ഒരു വലിയ സഞ്ചി പോലെ ഒരു സാധനം ഇറങ്ങി വരികയാണ്. അതിനകത്ത് എല്ലാവിധ മൃഗങ്ങളുമുണ്ട്. യഹൂദനെ സംബന്ധിച്ച് അശുദ്ധമായതുകൊണ്ട് ശുദ്ധമായതുകൊണ്ട്. അപ്പൊ അത് ശുദ്ധമായതിനെ മാത്രമേ യഹൂദൻ ഭക്ഷിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ ഈ തുപ്പട്ടിയിലുള്ള ഈ ദർശനം കാണിക്കുമ്പോൾ 3 പ്രാവശ്യവും അറുത്ത് ഭക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. ഈ പത്രോസ് അതിനെതിര് പറയുന്നുണ്ട്, ഞാന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഭക്ഷിക്കത്തില്ല, ഞാൻ വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു യഹൂദനാണ്, അപ്പൊ ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നു, അപ്പൊ നീ അശുദ്ധമെന്ന് പറയരുത്. വളരെ ബോധ്യപ്പെടുത്തുകയാണ് പത്രോസ് എന്ന വ്യക്തിയെ, ഒരു നല്ല യഹൂദനെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയണ്ട. അത് അദ്ദേഹത്തിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു. ഇനി മൂന്നാമത് ഈ പത്രോസിനോട് തന്നെ ഒരിടപെടലും കൂടി ഉണ്ടാവുകയാണ്. പത്രോസിനോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാണ് പറയുന്നത്. എങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് അവിടെ അതിന്റെ രീതി അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് പറയുന്നു, ഈ മനുഷ്യനോട് കൂടെ പോവുക. അതായത് കൊർന്നല്യോസ് ആരെയൊക്കെ അയച്ചു ഈ യോപ്പയില് തോൽക്കൊലനായ ശിമോന്റെ വീട്ടിലേക്ക്. അവിടെയാണ് പത്രോസ് ഇരുന്നത്. അവിടെ വെച്ചാണ് ഈ ദർശനമൊക്കെ കണ്ട് പുള്ളി ഇത് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ വാതിക്കൽ മുട്ട് കേൾക്കുന്നു. പത്രോസ് എന്ന് പറയുന്നു, നീ അവരോട് പോവുക. അപ്പൊ പത്രോസിന് ഏറെക്കുറെ ബോധ്യപ്പെട്ടു, ഞാൻ ഇങ്ങനെ ഇതിനകത്ത് നീ തടസ്സമൊന്നും വെക്കണ്ട, ദൈവം എനിക്കിത് മനസ്സിലാക്കി തന്നതല്ലേ. ഇനിയാണ് നാലാമതായിട്ട് ദൈവത്തിന്റെ വളരെ ശക്തമായ ഇടപെടൽ. പത്രോസ് കാര്യം പോവുകയൊക്കെ ചെയ്തു. പോയെങ്കിലും അദ്ദേഹം സുവിശേഷം പറഞ്ഞു എങ്കിലും അദ്ദേഹം അതിനെ അങ്ങോട്ട് പൂർണ്ണമായിട്ട് എന്താണ് പാപമോചനത്തിന് വേണ്ടി ഒരുവൻ ചെയ്യേണ്ടത് എന്ന് പത്രോസ് പറയുന്നതായി നമ്മൾ കാണുന്നില്ല. ഒരല്പം തപ്പി തടയുന്നുണ്ട് പത്രോസ് ആ ഭാഗത്ത്. നമ്മളതിൻ്റെ ഒരു 45 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിക്കാവോ? പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നമ്മുടെ കൂടെ ആരെങ്കിലും ഒന്ന് വായിക്കാനായിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് നിന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോകണം. ഒരു 40 മുതൽ വായിച്ചുകൊള്ളുക. പത്തിന് 40 മുതൽ വായിച്ചോളാം. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജഡത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോട് കൂടെ ഇന്ന് കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവൻ അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അത് എത്രാമത്തെ വാക്യമായിരുന്നു? അത് 43. അപ്പൊ 43-ാമത്തെ വാക്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 43-ാമത്തെ വാക്യത്തിൽ പാപമോചനത്തിന് വേണ്ടിയുള്ള മാർഗം പത്രോസ് അവിടെ സുവിശേഷിക്കുകയാണ്. സുവിശേഷം എന്ന് പറയുമ്പോൾ എന്താണ്? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്, സദ്വർത്തമാനമാണ്. പാപമോചനം കിട്ടുന്നതിനെയാണ് സുവിശേഷത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്.
അതിനുള്ള വഴി ഇദ്ദേഹം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, അവിടെ അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനം കിട്ടുന്നു. എന്നാൽ ഇതേ പത്രോസ് യഹൂദന്മാരോട് പ്രസംഗിച്ചപ്പോൾ ഇതുപോലെ അല്ല കൺക്ലൂഡ് ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ നമുക്കിത് നല്ല പരിചയമുള്ളൊരു ഭാഗമാണ്. 38-ാമത്തെ വാക്യത്തിൽ ഈ കുത്തുകൊണ്ട് ആൾക്കാർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കുക. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. അപ്പൊ ഈ സ്നാനമേൽക്കുക എന്നുള്ള കാര്യം യഹൂദനോട് പറഞ്ഞ പത്രോസ് ഇവിടെ അത് പറയുന്നില്ല. ഇത് നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇന്ന് വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ചിന്തിക്കണം. എന്തുകൊണ്ടായിരിക്കും പത്രോസ് ഇങ്ങനെ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ കൺക്ലൂഷനിൽ വരുത്തിയത്? കാരണം പല കാര്യങ്ങള് ഇങ്ങനെ അവതരിപ്പിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ പൊക്കോ അവന്റെ കൂടെ, ഞാൻ ശുദ്ധീകരിച്ചിരിക്കുന്നതിന് നീ അശുദ്ധമെന്ന് പറയണ്ട. ഇതിന്റെയൊക്കെ കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, പോകണമെന്ന് ബോധ്യപ്പെട്ടു, സുവിശേഷം പറയണമെന്ന് ബോധ്യപ്പെട്ടു. പക്ഷെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു തപ്പിത്തടച്ചിൽ അവിടെ ഉണ്ടാവുകയാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ന് പല സഭകളും പഠിപ്പിക്കാറുണ്ട്, വിശ്വസിച്ചാൽ മാത്രം മതി രക്ഷിക്കപ്പെടും എന്ന് പഠിപ്പിക്കുന്നുണ്ട്. പത്രോസ് അതല്ലായിരുന്നു വിശ്വസിച്ചിരുന്നത്. പത്രോസ് വിശ്വസിച്ചിരുന്നത് പ്രവൃത്തികൾ 2:38 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പാപമോചനത്തിനായിട്ട് സ്നാനം ഏൽക്കണം, അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ദാനം നിങ്ങളുടെ ഉള്ളിൽ വരുന്നതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ മനുഷ്യൻ ഇപ്പൊ കുറച്ചു നാളത്തേക്കൊരു വേറൊരു ഉപദേശകനായി എന്ന് പറഞ്ഞാൽ, നീ വിശ്വസിച്ചാൽ മതി, അവന്റെ നാമത്തിൽ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷ കിട്ടും, പാപമോചനം കിട്ടും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. എന്തിനാ ഇദ്ദേഹം ഇങ്ങനെ മാറ്റം ചെയ്തത്? അദ്ദേഹത്തിന് അറിയാം, ഞാൻ ഇവരെ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞാൽ, യഹൂദനെ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞാൽ, ജാതിയെ സ്നാനം കഴിപ്പിക്കാൻ പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം അവൻ സഭയിലേക്ക് വരാനായിട്ടാണ് അതിന്റെ അർത്ഥം. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ യഹൂദന് മാത്രമേ ഉള്ളൂ സ്നാനം, അല്ലെ യഹൂദൻ ജാതിയായവൻ പരിച്ഛേദനേറ്റിട്ട് പിന്നെ വേണേ അവനെ സ്നാനപ്പെടുത്താം. ഇതായിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അതിനൊരു വിപ്ലവകരമായ മാറ്റം വരുവാൻ ദൈവം ആഗ്രഹിച്ചു. ജാതികൾക്കും യഹൂദനോടൊപ്പം തന്നെ സഭയിൽ തുല്യമായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ. ആരെ ബോധ്യപ്പെടുത്താൻ? യഹൂദനെ ബോധ്യപ്പെടുത്തുവാൻ ദൈവം ഈ അത്ഭുതകരമായ സംഗതി, അടുത്ത വാക്യം വായിച്ചേ, 44 വായിച്ചേ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. നോക്കുക, വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവരുടെ ഉള്ളിലല്ല വന്നത്. ഉള്ളിൽ വരാനായിട്ട് ഈ കണ്ടീഷന് സാധ്യമല്ല. കാരണം പാപമോചനം ഇതുവരെ കിട്ടിയിട്ടില്ല. പാപമോചനം കിട്ടണമെങ്കിൽ ജലസ്നാനം ഏൽക്കണം, പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞതുപോലെ. അപ്പൊ അത് ഇതുവരെ ഇവർ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ ജാതികളായതുകൊണ്ട് യഹൂദന്മാർ ജലസ്നാനം കൊടുക്കത്തില്ല ഇവർക്ക്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? അവർക്ക് അവരുടെ മേൽ യഹൂദന് കൊടുത്ത അതേ അളവിൽ ആത്മസ്നാനം നൽകുകയാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ വെച്ച്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. പത്രോസ് ഒഴിവാക്കിയ കാര്യം ദൈവം ഇന്റർസെപ്റ്റ് ചെയ്യുക. നമ്മൾ ഇന്റർസെപ്റ്റർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പരിപാടി പോലീസുകാരുടെ ഇടയിലുണ്ട്. ഹൈവേയിലൊക്കെ ഇന്റർസെപ്റ്റർ. അവർ വന്നിട്ട് നേരെ അതിനെ അങ്ങോട്ട് തടസ്സപ്പെടുത്തുക. പത്രോസെ, നീ നിർത്ത, ഞാൻ ബാക്കി കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ദൈവം ഇടപെടുകയാണ്. ഈ വാക്കുകളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഈ പുള്ളി ബാക്കി പറയത്തില്ലെന്ന്. സ്നാനപ്പെടുത്തുക എന്നുള്ള കാര്യം ഇയാൾ ചെയ്യത്തില്ല എന്നുള്ള ദൈവത്തിന് ഒത്ത ബോധ്യമുണ്ട്. അപ്പൊ ഞാൻ ഊഹിച്ചു പറയുന്നൊന്നുമല്ല. നിങ്ങൾ ബാക്കി കാര്യങ്ങൾ താഴോട്ട് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലാകും. ഇദ്ദേഹം ഈ ആത്മസ്നാനം ഇവർക്ക് ദൈവം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇവരെ ഒരു കാലത്തും ജലസ്നാനം നൽകുകയില്ലായിരുന്നുവെന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ എന്താണ് പർപ്പസ്? കൊർന്നല്യോസിന്റെ വീട്ടിൽ ആത്മസ്നാനം നൽകിയതിന്റെ പർപ്പസ് യഹൂദന്മാരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ബോധ്യം വരണം, ജാതികളും നമ്മളെപ്പോലെ തന്നെ ദൈവരാജ്യത്തിന് അവകാശികളാണ്. ദൈവം മുഖപക്ഷമുള്ളവനല്ല. നമുക്കും ജാതികൾക്കും തമ്മിൽ ഒരു വ്യത്യാസവും സഭയിൽ ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇവര് ഒരുമാതിരി 2ാം കിട ക്രിസ്ത്യാനിയാക്കിയാണ് ഇവരെ. ഇന്നും നമ്മുടെ ഇടയിലൊക്കെ അറിയാമല്ലോ, ജാതി വ്യത്യാസങ്ങളൊക്കെ ഉള്ള പല രംഗങ്ങളും നമ്മുടെ രാജ്യത്തുണ്ട്, നമ്മുടെ നാട്ടിലും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവിടെ
രണ്ടാംകിട ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു മനോഭാവമുണ്ട്. അതായത് ചില ആൾക്കാർ അവരെന്തോ സുപ്പീരിയർ ആണ് എന്നുള്ള തോന്നല്. ഇത് യഹൂദന് ഭയങ്കരമായിട്ടുള്ള മനുഷ്യന്മാരാണ്. അവരെ ദൈവം ബോധ്യപ്പെടുത്തുകയാണ്, നീയും ജാതിയും എല്ലാം എനിക്ക് എൻ്റെ സഭയിൽ ഒരുപോലെയാണ്. നിനക്ക് തന്നത് ഞാൻ അവർക്കും അതേ അളവിൽ കൊടുക്കുകയാണ്. ഇത്ര മനോഹരമായിട്ട് ദൈവം ആ ഒരു കാര്യം തെളിയിച്ചു തരികയാണ് അവിടെ ചെയ്തത്. അപ്പൊ കൊർന്നല്യോസിന്റെ വീട്ടിൽ നടന്ന സ്നാനത്തിന്റെ ഉദ്ദേശം അവരെ ശക്തീകരിക്കാനോ അല്ല അവര് പോയി സുവിശേഷം പറയുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യാനോ നമ്മൾ അങ്ങനെ ചരിത്രമേ കാണുന്നില്ല. അങ്ങനെ ഒരു കാര്യമേ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അവര് യഹൂദന് കിട്ടിയത് തന്നെയാണ് അവർക്ക് കിട്ടിയെന്ന് അറിയാൻ ഈ വാക്കുകളെ സംസാരിച്ചപ്പോൾ തന്നെ പ്രത്യക്ഷമായ അടയാളങ്ങളാണ്. ശബ്ദം, അല്ലെങ്കിൽ ഇവര് അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പൊ അത് പെന്തക്കോസ്ത് നാളിൽ നടന്ന ആ സംഗതി. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ മറ്റേ പ്രകാശമൊന്നും ഉണ്ടായില്ല, വലിയ എരമ്പലൊന്നും ഉണ്ടായില്ല. കാരണം ഓൾറെഡി അവിടെ ഇവർ കൂടിയിരിക്കുക ഒരു വീട്ടില്. അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പൊ ആരാണ് ഇവരെന്ന് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പത്രോസിനെ വിളിപ്പിച്ചത്. സോ അവിടുത്തെ ഓഡിയൻസിന് അറിയാം ഇവരാരാണെന്ന്. അപ്പൊ അതുകൊണ്ട് ആ എക്സ്ട്രാ ഓർഡിനറി വേറെ കാര്യങ്ങളൊന്നും വേണ്ടി വന്നില്ല. പക്ഷെ ആത്മസ്നാനത്തിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് മനുഷ്യന്മാർക്ക് കാണാനും അറിയാനും പറ്റുന്ന പ്രതിഫലനമാണ് അന്യഭാഷയിൽ സംസാരം. അതവിടെ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇനി ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ കാണുമെങ്കിൽ ഈ പ്രവൃത്തികളുടെ പുസ്തകം 15:8-9 വാക്യങ്ങൾ ഞാൻ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് കേൾക്കുക. അപ്പോസ്തല പ്രവൃത്തികൾ 15:8-9 വാക്യങ്ങൾ. അവിടെ പറയുന്നു, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, പത്രോസാണ് ഇവിടെ സംസാരിക്കുന്നത്, നമുക്ക് തന്നതുപോലെ, അതായത് നമുക്കെന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് തന്നതുപോലെ അവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് സാക്ഷി നിന്ന്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്തായിരുന്നു? ഈ യഹൂദന്മാർക്ക് ഒരു സാക്ഷ്യം പറയുവാണ് അവരോട്. നിനക്ക് തന്നത് ഞാൻ അവർക്കും കൊടുക്കുന്നു എന്ന് പറയുകയാണ്. വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്കും അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. ഇതാണ് ഇതിന്റെ. അപ്പൊ ഞാനിത് പറഞ്ഞത് സ്വന്തം വാക്കുകളല്ല, ഇത് ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ എന്തായിരുന്നു കൊർന്നല്യോസിന്റെ ഭവനത്തിലെ ആത്മസ്നാനത്തിന്റെ ഉദ്ദേശ്യം? നമുക്കും ജാതിക്കും തമ്മിൽ ദൈവം ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല എന്ന് അടയാളം അന്വേഷിക്കുന്ന യഹൂദന് ബോധ്യം വരാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം അവിടെ സംഭവിച്ചത്. ഇനി ഇതിനു ശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ പ്രാധാന്യം ഒന്നും കൂടി അവിടെ എടുത്തു കാണിക്കുന്നു. അവിടെ ഈ വിവരം ഉടനെ യെരുശലേമിൽ അറിഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, അപ്പോസ്തലന്മാര് യെരുശലേമിലാണ്, ഇവിടെ പത്രോസേ ഉള്ളൂ. ഇത് അവിടെ അറിഞ്ഞ ഉടനെ തന്നെ അവരെന്ത് ചെയ്തു? ബഹളം ഉണ്ടാക്കി. പത്രോസിനോട് പ്രശ്നം ഉണ്ടാക്കുക. നീ എന്തിനാണ് ജാതികളുടെ വീട്ടിൽ പോയത്? നീ എന്തിനാണ് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചത്? അപ്പൊ നോക്കുക, അവരുടെ ആ ജാതി സ്പിരിറ്റിന്റെ ആ മൂർധന്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. സ്നാനപ്പെടുത്തി എന്നുള്ളത് പുറകെ വരുന്നുണ്ട്. എന്നാൽ അവരുടെ മെയിൻ പ്രശ്നം നീ അവിടെ വീട്ടിൽ പോയെന്നുള്ളതാണ്. നീ അവരോട് ഭക്ഷണം കഴിച്ചു എന്നുള്ളതാണ്. അത്രയ്ക്ക് തൊട്ടുകൂടായ്മ ഉള്ളിലുണ്ടായിരുന്ന ഒരു കൂട്ടം മനുഷ്യരായിരുന്നു അവർ. ക്രിസ്ത്യാനികളാണെന്ന് വിചാരിച്ചോളൂ. യഹൂദന്മാര് ക്രിസ്ത്യാനികളായവരുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പത്രോസ് ഈ 4 കാര്യങ്ങളും എടുത്ത് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് എല്ലാം കൂടെ വായിച്ചിട്ട് ഇപ്പം നമുക്ക് സമയത്തിന്റെ കുറവുകളുണ്ട്. പ്രവൃത്തികൾ 11:1-8 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ടാണെങ്കിലും നോക്കിയാൽ മതി. 11:1-8 വരെ. നേരത്തെ നമ്മൾ വായിച്ചത് 15:8-9 വാക്യങ്ങളാണ്. അത് കുറെ കാലങ്ങൾക്ക് ശേഷം ഈ പ്രശ്നം വീണ്ടും ഉണ്ടായി സഭയിൽ. ആ സമയത്ത് പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ടിട്ട് ഇവരെ ഈ ജാതികളുടെ ഇടയിലുള്ള സുവിശേഷീകരണത്തെ ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഒന്നുണ്ടായി. ഈ 4 കാര്യങ്ങൾ അദ്ദേഹം എടുത്തുകൊണ്ട് പണ്ട് ആദിയിൽ ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അദ്ദേഹം പറയുകയാണ്. അപ്പൊ ഇത് നിങ്ങൾ ഒരു കൺഫ്യൂഷൻ ആകരുത്. ഇവിടെ പറയുന്നത് 11-ാം അധ്യായത്തിൽ ഇവർ യെരുശലേമിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള സഹോദരന്മാർ വഴക്കുണ്ടാക്കി. നീ എന്തിനാണ് അവരുടെ വീട്ടിൽ പോയെന്ന് ചോദിച്ചുകൊണ്ടിട്ട് വഴക്കുണ്ടാക്കി. അപ്പോൾ ഈ കാര്യങ്ങൾ ഇദ്ദേഹം ആവർത്തിച്ച് അവരോട് ബോധ്യപ്പെടുത്തുകയാണ്. ഈ 4 പോയിന്റുകളും അദ്ദേഹം ആവർത്തിച്ചിട്ട് 11:17 വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 11:17 വരുമ്പോൾ ഒരു കൺക്ലൂഷനായി. അപ്പൊ അവര് പറയുകയാണ്, ഈ പ്രയാസം ഉണ്ടാക്കിയ യഹൂദന്മാര്
അവരുടെ പേര് പരിച്ഛേദനക്കാരെന്നാണ്, ജൂഡൈസേഴ്സ് എന്ന് പറയും. അവരാണ് ആദ്യം ഒരു ജാതിയായവൻ പരിച്ഛേദന ഏറ്റിട്ട് വേണം ക്രിസ്ത്യാനിയാകേണ്ടത് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നവരാണ് അവര്. അപ്പൊ അവര് തന്നെ തിരിച്ചു പറയുകയാണ് പ്രവർത്തികൾ 11:17, ആകയാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവരായ നമുക്ക് യഹൂദന്മാർക്ക് തന്നതുപോലെ അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ എന്ന് പത്രോസ് പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ ആ വാക്ക് വളരെ ഗൗരവമായിട്ട് നോക്കണം, ദൈവത്തെ തടുക്കുക. അപ്പൊ പത്രോസ് പറയുകയാണ്, ഞാൻ അവർക്ക് വെള്ളം വിലക്കിയാൽ ഞാന് ദൈവത്തെ തടുക്കുവാണ്. അപ്പൊ ദൈവം എത്ര സ്ട്രോങ് ആയിട്ടാണ് ഈ കാര്യം അവരുടെ ഹൃദയത്തിലോട്ട് പതിപ്പിച്ചത്. പത്രോസിന് ഉത്തമ ബോധ്യം വന്നു. ആദ്യമേ ബോധ്യം വന്നില്ലായിരുന്നു. പുള്ളിക്ക് തുപ്പട്ടി ഇറക്കിയപ്പോഴേ പുള്ളി പറഞ്ഞു ഞാനിതൊന്നും തിന്നത്തില്ല. പിന്നെ കുറച്ച് ബോധ്യം വന്നു. പിന്നെ അവരുടെ കൂടെ പോയി, എത്രയൊക്കെ ശരിയായി. പക്ഷെ പ്രസംഗിച്ചപ്പം പുള്ളി മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞില്ല. പാപമോചനത്തിന് വേണ്ടി സ്നാനം ഏൽക്കണം എന്ന് പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് ഉടനെ അവിടെ ഇടപെട്ടിട്ട് അവർക്ക് ആത്മസ്നാനം കൊടുത്തു കഴിഞ്ഞപ്പോ ഇനി എങ്ങനെ വെള്ളം വിലക്കുന്നത്, ഞാൻ ദൈവത്തെ തടുക്കാൻ പറ്റുമോ എനിക്ക് എന്ന് പറഞ്ഞപ്പോ അവർക്ക് എല്ലാവർക്കും വലിയ ബോധ്യമായിട്ട് അവർ മിണ്ടാതിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം യെരുശലേമിലുള്ള പരിച്ഛേദനവാദികളായ യഹൂദ ക്രിസ്ത്യാനികൾ പത്രോസിന്റെ ഈ വാക്ക് കേട്ടപ്പോൾ മിണ്ടാതിരിക്കുകയാണ് അവർ. ഇതായിരുന്നു അവിടുത്തെ ഉദ്ദേശം. സഭയില് യഹൂദനും ജാതിയും തുല്യ അവകാശികളാണ് ദൈവരാജ്യത്തിൽ എന്ന് സ്ഥാപിക്കുകയാണ് അതിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. അത് ഇന്നത്തെ ക്രിസ്ത്യാനികളായ നമുക്ക് ഈ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നുണ്ടോ, ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിന്റെ പശ്ചാത്തലം പരിശോധിച്ചത്. എന്താണ് അതിന്റെ ഉത്തരം? ഇല്ല എന്നാണ് അതിന്റെ ഉത്തരം. വളരെ വ്യക്തമായിട്ടും ഇന്ന് ഒരു വ്യക്തിക്ക് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള ആ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഉത്തരം. അതിന് ചില കാരണങ്ങൾ പറയാം. ഒന്നാമത്തെ കാരണം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ പരിശുദ്ധാത്മാവുള്ള സ്നാനം എല്ലാ ക്രിസ്ത്യാനികൾക്കും വാഗ്ദാനം ചെയ്തിട്ടില്ല. അത് അപ്പോസ്തലന്മാർക്ക് മാത്രമാണ് യേശു വാഗ്ദാനം ചെയ്തത്. മാത്രമല്ല, പ്രവാചകനായ യോവേല് പരിശുദ്ധാത്മാവിൽ പറഞ്ഞത്, അത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അതിന്റെ ഭാഗമായിട്ടാണ് ജാതികളെ പ്രതികരിച്ചുകൊണ്ട് കൊർന്നല്യോസിന്റെ ഭാഗത്തിൽ അത് നടന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു ക്രിസ്ത്യാനിയായി ഞാനും നിങ്ങളും എനിക്ക് ആത്മസ്നാനം വേണം എന്ന് ആഗ്രഹിച്ചിട്ടൊരു കാര്യവുമില്ല. കാരണം അങ്ങനെ ഒരു വാഗ്ദാനം ദൈവം നൽകിയിട്ടില്ല നമുക്ക്. യേശു നൽകിയിട്ടില്ല, പ്രവാചകന്മാരോട് നമുക്കത് ലഭിച്ചിട്ടുമില്ല. നമുക്കൊന്നുകൂടി നോക്കാം. പ്രവർത്തികൾ 1:5 യേശു പറഞ്ഞ ആ വാഗ്ദാനം. നിങ്ങൾക്കോ? ആരാണ് നിങ്ങൾ? നിങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പൊ അപ്പോസ്തലന്മാരെ കുറിച്ചാണ് നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് പറഞ്ഞത്. എല്ലാ ക്രിസ്ത്യാനിക്കും അങ്ങനെ ഒരു വാഗ്ദാനം നൽകിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ കൊർന്നല്യോസിന്റെ വീട്ടിൽ എന്താ നടന്നത്? അത് യോവേൽ പ്രവചനത്തിന്റെ ഭാഗികമായ നിവൃത്തി പെന്തക്കോസ്ത് നാളിൽ യഹൂദന്മാരുടെ മേൽ നടന്നപ്പോൾ അതിന്റെ അടുത്ത പൂർത്തീകരണം എന്ന് പറയുന്ന നിവൃത്തി കൊർന്നല്യോസ് എന്ന ജാതിയുടെ ഭവനത്തിൽ അദ്ദേഹത്തെ റെപ്രസെന്റേറ്റീവായിട്ട് കണ്ടുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം അവർക്കും കൊടുത്തു. അങ്ങനെ ഈ രണ്ടു കൂട്ടരും ദൈവാത്മാവിൽ സ്നാനമേറ്റുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചുകൊണ്ട് ആ പ്രവചനം വാഗ്ദത്തം നിവൃത്തിയായി. രണ്ടാമത്തെ കാരണം, ഈ സ്നാനം അല്ലെ പരിശുദ്ധാത്മ സ്നാനം ലഭിക്കുന്നതിന് യേശു പ്രത്യേകിച്ച് യാതൊരു നിബന്ധനയും നൽകിയിട്ടില്ല. നമുക്കൊരു കാര്യം ലഭിക്കണം എന്ന് വരികയും നിങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്യുന്നാൽ ഞാൻ ഇന്ന പോലെയൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് ഒരു ദൈവവുമായിട്ടുള്ള ഉടമ്പടികളുടെ ഭാഗം. വാഗ്ദത്തങ്ങളെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾക്ക് ഈ പ്രവർത്തികൾ 2:38 പരിശുദ്ധാത്മാവെന്ന ദാനം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എല്ലാ ക്രിസ്ത്യാനിക്കുള്ള വാഗ്ദാനമാണ്. ആത്മസ്നാനം എല്ലാ ക്രിസ്ത്യാനിക്കും വാഗ്ദാനമില്ല.
എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം അതിന് പറഞ്ഞ ഇൻഡ്വെല്ലിംഗ് ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അധിവസിക്കുന്നത്. മറ്റേത് മേലിൽ വരുന്നതാണ്. അത് കുറെ കാലത്തേക്ക് ചിലപ്പോൾ കാണാം, എല്ലാ കാലത്തേക്കും കാണണമെന്നില്ല. ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ശക്തീകരിക്കാൻ വേണ്ടി മേലിൽ വരും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ആത്മാവിന്റെ വരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കൈവപ്പിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായ വരങ്ങൾ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓരോന്നിനെയും വിശദമായിട്ട് പഠിക്കുന്നതാണ്. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ടത്, എല്ലാ ക്രിസ്ത്യാനിക്കും വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് അവന്റെ ഉള്ളിൽ വസിക്കുന്ന, അധിവസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. യേശു നമ്മോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ലോകാവസാനത്തോടെ എല്ലാ നാളും. എങ്ങനെയാണ്? യേശുവിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ടാണ് യേശു നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ ആ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷനൊക്കെ ഉണ്ട്, ചില നിബന്ധനയൊക്കെ ഉണ്ട്. അതാണ് പ്രവൃത്തികൾ 2:38 പറയുന്നത്. ഇത് നമ്മൾ പല പ്രാവശ്യം ഈ വാക്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ ഉപദേശത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അവിടെ പത്രോസ് ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ ആ യഹൂദന്മാരോട് പറഞ്ഞ വാക്കുകളാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ ആദ്യമേ വിശ്വസിക്കാനല്ല അവരോട് പറഞ്ഞത്. കാരണം ഇവർ ഓൾറെഡി വിശ്വസിച്ചവരാണ്. വിശ്വസിച്ചത് കൊണ്ടാണ് അവർക്ക് കുത്തുണ്ടായത്. ഈ ഞങ്ങൾ ക്രൂശിച്ച യേശുവിനെയാണ് ദൈവം കർത്താവും ക്രിസ്തുവുമാക്കിയെന്നുള്ളത് അവർ 100% സ്വീകരിച്ചു. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിന്റെ പുറത്ത് ഇനി അവർ ചെയ്യേണ്ടതാണ് മാനസാന്തരപ്പെടണം. നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണ്. എന്തിനാണ് ജലസ്നാനം? ഇവിടെ സംഭവിക്കും ജലസ്നാനമാണെന്നുള്ളതിന് ആർക്കും ഒരു തർക്കവും ഇല്ല. അത് ഈ പലരും ചില സ്നാനങ്ങളെയൊക്കെ വചനത്താൽ സ്നാനമാണ്, ചിലതൊക്കെ അവർ പറയും ആത്മസ്നാനമാണെന്നൊക്കെ പറയും, പല പല രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷെ ഇതിനെപ്പറ്റി ആർക്കും ഒരു സംശയമില്ല, ഇത് വെള്ളത്തിലുള്ള സ്നാനം തന്നെയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പൊ കണ്ടീഷനുണ്ട്. ഇവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ വിശ്വസിക്കുക, മാനസാന്തരപ്പെടുക, യേശുവിനെ വായി കണ്ടേറ്റ് പറയുക. ഷണ്ണന്റെ സ്നാനത്തോട് ബന്ധപ്പെട്ട് നമ്മളത് കാണുന്നുണ്ട്. നിനക്ക് എനിക്ക് എന്താ തടസ്സം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, നീ വിശ്വസിക്കുന്നോ? എങ്കിലാകാന്ന് പറയുന്നു ഷണ്ണനോട്. അപ്പോ അതൊരു കണ്ടീഷനാണ്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. ഇവിടെ ചില ആൾക്കാർക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ നാമം പറഞ്ഞുകൊണ്ട് തന്നെ വേണ്ടേ സ്നാനപ്പെടുത്താൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചില ആൾക്കാരുണ്ട്, യേശുനാമക്കാരെന്നൊക്കെ നമ്മൾ പറയും. അപ്പോസ്തലീയ പെന്തിക്കോസ് എന്നും പറയാറുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച്. അവർ തന്നെ പല വിഭാഗങ്ങളുണ്ട്. എന്തായിരുന്നാലും യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് യേശുവിന്റെ അധികാരത്തിൽ എന്നാണ്. യേശുവിന് ലഭിച്ച അധികാരം ഗ്രേറ്റ് കമ്മീഷനിൽ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 20:28 എനിക്ക് തോന്നുന്നത്, 27-26 ആയിരിക്കും. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു. അപ്പോ അധികാരം യേശുവിന് ലഭിച്ചതിനാൽ യേശു പറഞ്ഞ കൽപ്പനയാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അതൊരു അധികാരമാണ്. പിതാവിന്റെ അധികാരം, പുത്രന്റെ അധികാരം, പരിശുദ്ധാത്മാവിന്റെ അധികാരം. അങ്ങനെയാണ് സ്നാനമേൽപ്പിക്കാനായിട്ട് കർത്താവ് കൽപ്പിച്ചത്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ രേഖപ്പെടുത്തിയ എല്ലാ ഭാഗങ്ങളിലും അവർ യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിച്ചു എന്നാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ മുഴുവനും നമ്മൾ കാണുന്നത്. അത് മറ്റൊരു വിഷയമാണ്. എങ്കിലും ഈ കൂടെ വന്നുകൊണ്ടങ്ങ് ചേർത്ത് പറയുന്നേ ഉള്ളൂ. യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല. യേശുവിന്റെ അധികാരത്തിൽ യേശു നൽകിയ കൽപ്പനയാണ് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം. അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ, അത് കണ്ടീഷനാണ് ഇതെല്ലാം, അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോ ക്ലീൻ ആയിട്ടുള്ള ഒരു ഹൃദയത്തിലേക്ക്, ദൈവത്തിന് വസിക്കാൻ പറ്റുന്ന ഒരു മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് വസിക്കാൻ വേണ്ടി വരികയാണ് നമ്മുടെ ഉള്ളിൽ. ഇതെല്ലാ ക്രിസ്ത്യാനിക്കും ഉള്ള വാഗ്ദത്തമാണ്. ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരൻ ആത്മാവില്ലാത്തവൻ ആരെങ്കിലും പറയുന്നെങ്കിൽ അവർക്ക് വിവരമില്ലെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കാരണം ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാരൻ ഇത് പഠിപ്പിക്കുന്നത് പോലെ വേറെ ഒരുത്തനും പഠിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ ചില പ്രത്യേക അനുഭവങ്ങളെ വന്നിട്ട് ആത്മാവിന്റെ പ്രവർത്തനമാണെന്ന് പറയുന്നതല്ലാതെ ദിനംതോറും നടത്തുവാൻ, നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് ആത്മാവിനാൽ നടത്തപ്പെടുന്ന, ആത്മഫലം കായ്ച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടമാണ് ചർച്ച് ഓഫ് ക്രൈസ്റ്റുകാർ. ആത്മാവ് ദൈവത്തിന്റെ ആത്മാവാണോ തെറ്റായ ആത്മാവാണോ തിരിച്ചറിയുന്നത് തന്നെ ആത്മാവിന്റെ ഫലത്താലാണ്.
അത് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ട് കായ്ക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ഇതാണ് സത്യ ഉപദേശം. ആ ഉപദേശമാണ് ദൈവമക്കളെ നമ്മൾ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്നും. അതാണ് ഇവിടെ നിങ്ങളോട് ഇന്ന് വെളിപ്പെടുത്തി തരുന്നത്. അപ്പൊ പറഞ്ഞു വരുന്നതിന് ചുരുക്കം, പരിശുദ്ധാത്മ സ്നാനം ഏൽക്കുന്നതിന് ഈ വക പ്രത്യേക നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു നിർദ്ദേശമാണ് പറഞ്ഞത്, ഒറ്റ നിർദ്ദേശം: നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വേറെ യാതൊരു മാനസാന്തരത്തിന്റെ കാര്യമോ പ്രാർത്ഥിക്കാൻ പോലും അവരോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവര് പ്രാർത്ഥിച്ചിറക്കിക്കൊണ്ട് വന്നതാണ് ഈ പരിശുദ്ധാത്മാവിനെ എന്ന്? അല്ല, അതൊരു വാഗ്ദത്തമാണ്. അത് ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് കൊടുക്കും. ദൈവം കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അത് കൊടുക്കും. അല്ലാതെ നമ്മളിപ്പോ ഇവിടെ കോട്ടയത്ത് വന്ന് കാത്തിരുന്നാലൊന്നും അത് കിട്ടത്തില്ല. അത് കാത്തിരിക്കാൻ പറഞ്ഞൊരു സ്ഥലമുണ്ട്. എനിക്ക് ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. യോവേൽ 2:32 പറയുന്നുണ്ട്. യോവേൽ 2:32 യെരൂശലേമിൽ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്. യെരൂശലേമിനാണ് ശേഷിപ്പ് അവിടെ കാണുന്നത്. അപ്പോ ഇതിന്റെ ആരംഭം കുറിക്കേണ്ടത് യെരൂശലേമിലാണ്. അതുകൊണ്ടാണ് നഗരത്തിൽ നിന്നും വാങ്ങിപ്പോകരുത്. നിങ്ങളിത് ആരംഭിക്കുന്നതിന് മുമ്പേ ഈ നഗരത്തിൽ തന്നെ പാർക്കണം. ആ ഒരൊറ്റ നിർദ്ദേശമാണ് കൊടുത്തത്. പക്ഷെ അവരിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, അതിന് സംശയമൊന്നുമില്ല. ദൈവമക്കള് കൂടി വരുന്നത് അവർ കൂട്ടായ്മ ആചരിച്ചു, അവർ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ആയിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചിറക്കിക്കൊണ്ട് വന്നതല്ല ആത്മസ്നാനം. അവര് പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലും കിട്ടുമെന്നുള്ള ഞാൻ ഈ പറഞ്ഞതിന് ചുരുക്കം. കാരണം ദൈവം ആ പ്രത്യേക സ്ഥലത്ത് വെച്ച് ആ പ്രത്യേക തീയതി അത് നൽകണമെന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമാണ്. ഇവരവിടെ ഇരുന്ന് കൊടുത്താൽ മതി. പക്ഷേ പരിശുദ്ധാത്മാവ് ദാനം അങ്ങനെയല്ല. അത് യെരൂശലേമിൽ ഇപ്പോൾ ഇരിക്കണ്ട നമ്മള്. അത് നമുക്കിവിടെ കോട്ടയത്തും ഇരിക്കാം, പാമ്പാടിയിലും ഇരിക്കാം, എവിടെ വേണമെങ്കിലും ഇരിക്കാം. ആ ഇരിക്കുന്നവൻ ചെയ്യേണ്ടത് അവൻ വിശ്വസിക്കണം, അവൻ മാനസാന്തരപ്പെടണം, അവൻ യേശു കർത്താവാണെന്ന് ഏറ്റു പറയണം, അവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവൻ സ്നാനം ഏൽക്കണം പാപത്തിന്റെ മോചനം കിട്ടാൻ. അപ്പോ പിന്നെ അവൻ വേറെ ചെയ്യേണ്ട, ദൈവം അവിടെ കൊടുക്കാന്ന് പറഞ്ഞാൽ ദൈവം കൊടുക്കും. അപ്പൊ ഇത് കണ്ടീഷണലാണ്, ഈ കാര്യം നിബന്ധനകളോട് കൂടിയാണ്. എന്നാൽ ആത്മസ്നാനത്തിന് പോയി കാത്തിരിക്കാമെന്ന നിർദ്ദേശം മാത്രമാണ് അവർക്ക് ഉണ്ടായിരുന്നത്. ഇതുപോലെയുള്ളൊരു കണ്ടീഷൻ നമ്മൾ അതിനകത്ത് കാണുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പോ അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നാമത്തെ ഒരു കാരണം, ഇന്ന് നമുക്ക് ഇത് ലഭിക്കുന്നില്ല എന്നുള്ളതിന്റെ കാരണം, ആത്മസ്നാനം നൽകിയതിന്റെ ഉദ്ദേശം നിവൃത്തിയായി. എന്തിനു വേണ്ടി ദൈവം ഇത് കൊടുത്തോ അത് നിവൃത്തിയായി കഴിഞ്ഞപ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ല. ലോജിക്കലാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു കാരണങ്ങൾ. യേശുവിന് വേണ്ടി, യേശുവിന്റെ വേല ചെയ്യാനായിട്ട് അപ്പോസ്തലന്മാരെ വിളിച്ചിരുന്ന ഒരു പ്രത്യേക ഒരു വിളിയാണ് അവർക്ക് കൊടുത്തത്. അതിനവർക്ക് ശക്തി വേണം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഉദ്ദേശം. ആ ഉദ്ദേശം നിവൃത്തിയായി. പിന്നെ ദൈവത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് അവർക്ക് കഴിവുണ്ടാകണം. റെവലേഷൻസ് അവർക്ക് പുതുതായിട്ട് കിട്ടണം. ആ കിട്ടിയതിനെ അവർ ഉറപ്പിച്ചു കൊടുക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. ഇതെല്ലാം നമ്മൾ കണ്ടു. അതുപോലെ നമ്മള് കൊർന്നല്യോസിന്റെ വീട്ടിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹത്തെ ജാതികളായ ആൾക്കാരെ ക്രിസ്ത്യാനികളായിട്ട് സഭയിലേക്ക് യഹൂദനോട് തുല്യമായിട്ടുള്ള സ്ഥാനത്തേക്ക് സ്വീകരിക്കണം. ഈ ഉദ്ദേശങ്ങളെല്ലാം നിറവേറി. ഇനി ഇതിങ്ങനെ ആവർത്തിച്ച് നൽകിക്കൊണ്ടിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നാലാമത്തെ റീസൺ, മെയിൻ ആയിട്ടുള്ള റീസൺ ആണ്, ഒരു സ്നാനമേ ഉള്ളൂ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അപ്പൊ ആ സ്നാനം എന്താണ്? വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. റെഫറൻസ് ഒക്കെ നിങ്ങൾ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതിയാവും. ഈ കർത്താവിന്റെ സഭയെക്കുറിച്ചും അതിൻ്റെ ഒരു മെച്യൂരിറ്റിയിൽ വന്ന അവസ്ഥയെക്കുറിച്ചും പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് ഒരുവൻ, വിശ്വാസമൊന്ന്, സ്നാനം ഒന്ന്. അപ്പോൾ സ്നാനം ഒന്ന് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുന്ന കാലത്ത്, അതായത് ഒരു AD 62-63 ഒക്കെ വെച്ചുകൊള്ളുക, ആ കാലഘട്ടത്തിൽ തന്നെ ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അന്ന് ഒരു സ്നാനമേ ഉള്ളൂ. ആ സ്നാനം എന്താണ്? ബൈബിളിൽ 5 തരം സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഏൽപ്പിച്ച സ്നാനത്തെ കുറിച്ച് ലൂക്കോസ് 7:29 നമ്മൾ കാണുന്നുണ്ട്.
ഇതൊരു അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിൽ മുക്കി യോഹന്നാൻ സ്നാപകൻ യേശുവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അതല്ലാതെ ക്രിസ്തീയ സ്നാനം അല്ല എന്ന് നമുക്കറിയാം. ഇതിലേറ്റ ആൾക്കാരെ പിന്നീട് ക്രിസ്തീയ സ്നാനം നൽകുന്നതായിട്ടും നമുക്ക് തെളിവുകളുണ്ട്. രണ്ടാമത്തേത് കഷ്ടതയുടെ സ്നാനമാണ്. ഇതിനെക്കുറിച്ച് പറയുന്നത് മർക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 38, 39 വാക്യങ്ങളാണ്. മർക്കോസ് 10, 38, 39 വാക്യങ്ങളിൽ ഇതൊരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ്. എന്നാൽ ഫിഗറേറ്റീവാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ എന്താ ഒരു സംഭവമല്ല. ഇത് വാസ്തവത്തിൽ യേശു കർത്താവ് മാത്രമേ ഏറ്റിട്ടുള്ളൂ. കാരണം കഷ്ടതയിൽ പൂർണ്ണമായിട്ട് മുങ്ങിയിട്ടുള്ളൂ. യോബ് പോലും അത്രയും മുങ്ങിയിട്ടില്ല. യേശുക്രിസ്തുവാണ് സകല മനുഷ്യരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട് കഷ്ടതയുടെ ആ മുങ്ങി സ്നാനമേറ്റത്. കർത്താവ് കൊണ്ട് ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ഞാൻ ഏറ്റ സ്നാനം, ഏക്കുന്ന സ്നാനം നിങ്ങൾക്ക് ഏക്കാൻ പറ്റുമോ? അവർ ഏക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ കഷ്ടതയുടെ സ്നാനം എന്ന് പറയുന്നത് കഷ്ടതയിൽ മുക്കിയുള്ള സ്നാനം യേശുവിനുണ്ടായ ഒരു അനുഭവമാണ്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് തീയാലുള്ള സ്നാനമാണ്. ഇതും അലങ്കാരികമായ ഒരു പ്രയോഗമാണ്, ഫിഗറേറ്റീവാണ്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 11, 12 വാക്യങ്ങളിൽ നേരത്തെ നമ്മൾ ഈ ക്ലാസ്സിൽ പരാമർശിച്ചതാണ്. ഇവിടെ കായ്ക്കാത്ത കൊമ്പിനെയാണ് വെട്ടി തീയിലിടുന്നത്, പതിരിനെയാണ് തീയിലിട്ട് ചുട്ട് കളയുന്നത്. ചില ആൾക്കാർ തീയാലുള്ള സ്നാനം എന്ന് പറയുന്നത് ആത്മസ്നാനം തന്നെയാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുള്ളവരുണ്ട്. പ്രത്യേകിച്ച് അഗ്നിനാളങ്ങൾ, അഗ്നിജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി എന്ന് അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ നടന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ചില ആളുകളുടെ വിചാരം അവിടെ അഗ്നി ഇറങ്ങി വന്നെന്നാണ്. അത് ജ്വാല, അഗ്നി നാളങ്ങളാണ്. അതതിന്റെ ഒരു പ്രകാശധാരയാണ് ഉണ്ടായത്, അഗ്നിയല്ല അവിടെ ഉണ്ടായത്. അതുപോലെ പിളർന്നിരുന്നെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊന്നും ശരിക്കും ശ്രദ്ധിച്ച് വായിക്കാതെ എവിടെയൊക്കെയോ കേൾക്കുന്ന ചില കാര്യങ്ങളെ ആവർത്തിച്ചിങ്ങനെ പറഞ്ഞു നടക്കുന്നതുകൊണ്ടാണ് പല അബദ്ധങ്ങളും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് അഗ്നിയാലുള്ള സ്നാനം ആത്മസ്നാനമല്ല. അഗ്നി ശുദ്ധീകരിക്കുന്ന ഒരു ഉപയോഗം അഗ്നിക്കുണ്ട്, അതേപോലെ തന്നെ അഗ്നി നശിപ്പിക്കുന്ന ഒരു ഉപയോഗം അഗ്നിക്കുണ്ട്. ഇവിടെ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആണ്. അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ്? വെട്ടി തീയിലിട്ട് ചുട്ട് കളയുകയാണ്, അത് ശിക്ഷയാണ്. ഇത് കർത്താവ് നൽകുന്നതാണ്. ഈ പരിശുദ്ധാത്മ സ്നാനം നൽകുന്നതും കർത്താവാണ്. ഈ ന്യായവിധിയിൽ ശിക്ഷിക്കപ്പെടുന്നവർക്ക് നിത്യ അഗ്നിയിലേക്ക് പോകാൻ കൽപ്പിക്കുന്നതും കർത്താവാണ്. ഇത് രണ്ടും കർത്താവ് നൽകുന്ന സ്നാനമാണ്. ഇത് രണ്ടും കൂടെ ഒന്നായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് തീയാലുള്ള സ്നാനം നമുക്ക് ആർക്കും ഉള്ളതല്ല, എല്ലാ ക്രിസ്ത്യാനിക്കും കിട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ അബദ്ധമാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല അത്. അതുകൊണ്ട് അത് ഇന്നുള്ള സ്നാനമല്ല. പൗലോസ് ഉദ്ദേശിക്കുന്ന ഒരിക്കലും അതല്ല. പിന്നെയുള്ളതാണ് പരിശുദ്ധാത്മ സ്നാനം. നമ്മളതിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മ സ്നാനം 2 പ്രാവശ്യമേ നടന്നിട്ടുള്ളൂ. അതിന്റെ ഉദ്ദേശങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് നിവൃത്തിയായി. ഇന്ന് പൗലോസ് സംസാരിക്കുമ്പോഴും ആ സ്നാനം ഇല്ല. അത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞു പൗലോസ് ഈ എഫേസ്യ ലേഖനം എഴുതുന്ന കാലത്ത്. ഇനി 5-ാമതാണ് ക്രിസ്തീയ സ്നാനം. അതാണ് ഇന്നുള്ള സ്നാനം. ഏക സ്നാനം എന്ന് ഇന്ന് സഭ പറയുന്നത് ജലസ്നാനമാണ്. യേശുവിന്റെ മരണത്തിലും അടക്കത്തിലും ഉയർപ്പിലും പങ്കാളിയാകും. എല്ലാ ക്രിസ്തീയ സഭകളും ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെ തർക്കമില്ല. പക്ഷെ അതിൻ്റെ കൂടെ ചിലർ ചില കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടാണ് ഇതിനകത്ത് തന്നെയുള്ളതാണ് ആത്മസ്നാനം എന്നൊക്കെ വരുത്തി തീർക്കാൻ പല ശ്രമങ്ങളും നടത്തുന്നുണ്ട്. ദയവേത് ഈ വളച്ചിട്ടിനൊന്നും പോകേണ്ട കാര്യമില്ല. ഇന്ന് ഒരു സ്നാനമേ ഉള്ളൂ, അത് ജലസ്നാനമാണ്. ഇന്ന് എല്ലാ ക്രിസ്തീയ എനിക്കൊന്നത് ഈ സാൽവേഷൻ ആർമിക്കാര് മാത്രമേ കൊടിക്കടിയിൽ കൂടെയുള്ള ഒരു നടത്തി വിട്ടിട്ട് സ്നാനമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ സാൽവേഷൻ ആർമി എന്ന് പറയുന്നത് ഒരു ചർച്ചയല്ല, ഇറ്റ്സ് എൻ ആർമി. അതൊരു സാമൂഹിക സേവനത്തിന് വേണ്ടി നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ഒരു മനുഷ്യൻ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇന്ന് ചർച്ചയായിട്ടൊക്കെ തീർന്നെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ സ്നാനമാണ്, ജലസ്നാനമാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള പാപമോചനത്തിനായുള്ള സ്നാനമാണ്. പൗലോസ് അപ്പോസ്തലൻ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്ന ഏക സ്നാനം. സ്നാനം 1 എന്ന് പറയുന്നത് ജലത്തിലുള്ള പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള പാപമോചനത്തിനുള്ള സ്നാനമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്നാനമേ ഉള്ളെന്ന് പൗലോസ് പറഞ്ഞ സ്ഥിതിക്ക് ഇന്ന് വേറെ സ്നാനം ഉണ്ടെന്ന് ആൾക്കാർ പറഞ്ഞാൽ
ഇന്ന് ആത്മസ്നാനവും കൂടി ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു അഭിഷേകം വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന്റെ വചനം അപ്രകാരമുള്ള ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. ഇന്ന് ഒരു സ്നാനമേ ഉള്ളൂ, അത് ജലസ്നാനം ആണ്. ഇനി നമുക്കിതിനെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. ഈ പഠനം പരിശുദ്ധാത്മാവ് ഇല്ലെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയല്ല. ദയവ് ചെയ്ത് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ ഇത് കേൾക്കുന്ന ചർച്ച ക്രൈസ്തവരും തെറ്റിദ്ധരിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം വിശ്വസിക്കുകയും ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിൽ ഏറ്റവും അധികം ആശ്രയിക്കുകയും പരിശുദ്ധാത്മാവ് നൽകിയ വചനങ്ങളെ പ്രമാണിക്കണമെന്ന് പ്രസംഗിക്കുകയും അത് പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് ക്രിസ്തു സഭ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈ വേറെ ചിലർ വേറെ പലതും പറയുന്നുണ്ടല്ലോ. ദൈവത്തിന്റെ വചനം പറയുന്ന പേരെ നമ്മൾ ഉപയോഗിക്കാവൂ. ഓരോ കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം ഒരു പേര് പറയുന്നുണ്ടെങ്കിൽ അഭിഷേകം ഉള്ള കാര്യമാണ്. അഭിഷേകം എന്ന് കേട്ടാൽ ഉടനെ അത് ആത്മസ്നാനമായിട്ട് തെറ്റിദ്ധരിക്കുന്ന പരിപാടി നിർത്തുക. അഭിഷേകം വേറെ, ആത്മസ്നാനം വേറെ. ആത്മവരങ്ങൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ആത്മവരങ്ങളിൽ അത്ഭുതകരമായ വരങ്ങളുണ്ട്, അല്ലാത്തവയുണ്ട്, നീങ്ങിപ്പോയവയുണ്ട്. ഇപ്പം ഒരാൾക്ക് പ്രാർത്ഥിക്കാനായിട്ടില്ല, അതിന് കൃപയെന്നാണ് പറയുന്നത്. കൃപാവരം എന്നൊരു വാക്കും കൂടി ഉപയോഗിക്കാറുണ്ട്. എല്ലാ കൃപാവരങ്ങളും അത്ഭുതവരങ്ങളല്ല. ഇപ്പോ ചില ആൾക്കാർക്ക് ഈ പ്രാർത്ഥിക്കാനായിട്ടൊരു പ്രത്യേക ഒരു കഴിവുണ്ട്. അത് ദൈവം കൊടുക്കുന്ന ഒരു താലന്താണ്, ദൈവം കൃപയാണ്. പക്ഷെ നമ്മൾ കൃപാവരങ്ങളെന്ന് ബൈബിള് പറഞ്ഞുകൊണ്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാ വരുന്ന ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ ബൈബിൾ ഒരു കാര്യത്തിന് ഒരു പേര് കൊടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തു വെച്ചിട്ട് നമ്മുടെ ഡെഫിനിഷനിൽ അതിനെ കൊണ്ടുവരരുത്. ആത്മസ്നാനം എന്ന പേരിൽ ബൈബിള് പറയുന്ന രണ്ട് സംഭവങ്ങളേ ഉള്ളൂ. അതിനെ വേറെ പേര് കൊടുത്തിട്ട് ആത്മാഭിഷേകമാക്കിക്കൊണ്ടിട്ട് നമ്മൾ ആളുകളെ പഠിപ്പിക്കാൻ പോയിരുന്ന കൺഫ്യൂഷൻ ആവും, കണ്ടമാനം കൺഫ്യൂഷൻ ആവും. ആത്മവരങ്ങൾ ആർക്കെങ്കിലും ലഭിച്ചെന്ന് വരികിൽ അതിനെ ആത്മാഭിഷേകമായിട്ടോ ആത്മസ്നാനമായിട്ടോ നിങ്ങൾ പേര് പറഞ്ഞാൽ അവിടെയും വചനപ്രകാരം തെറ്റാണ്. അതുകൊണ്ട് നിങ്ങളോട് നൽകാനുള്ള കൺക്ലൂസീവ് ആയിട്ടുള്ള നിർദ്ദേശം എന്ന് പറയുന്നത്, വചനം ഒരു കാര്യത്തിനൊരു പേര് കൊടുത്താൽ ആ പേര് ഉപയോഗിക്കാവുള്ളൂ. നിങ്ങളുടെ സ്വന്തം ഡെഫിനിഷൻ ഉണ്ടാക്കിക്കൊണ്ട് അത് ഈ സംഭവം അതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കരുത്. ചർച്ച ക്രൈസ്റ്റുകാര് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിൽ 100% വിശ്വസിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനാണ്. ഇത് കൃപായുഗമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ യുഗമാണ്. മണവാട്ടി സഭയെ ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് വചനപ്രകാരമാണ്. വചനം വിട്ട് പരിശുദ്ധാത്മാവ് ഒന്നും ചെയ്യത്തില്ല. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന അതിവസിക്കുന്ന ആത്മാവാണ്. ചില ആളുകളുടെ മേൽ വന്ന ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ പ്രത്യേക അളവിൽ കൊടുത്തതായിട്ടുള്ള ആത്മാവിന്റെ പകർച്ചകളെ അല്ല നമ്മൾ ഇന്ന് ക്രിസ്ത്യാനി പ്രതീക്ഷിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ദൈവത്തിനും, രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് മനസാന്തരപ്പെട്ട് കർത്താവിനെ വായിക്കൊണ്ട് ഏറ്റു പറഞ്ഞ് പാവമോചനത്തിനായിട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നവൻ അപ്പം തന്നെ ലഭിക്കുന്ന ഒരു സംഗതിയാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അവന് പാപമോചനം ലഭിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന ദാനം അവന്റെ ഉള്ളിൽ നിറയും. അത് പിന്നെ അവന്റെ കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് നിറഞ്ഞു വന്നുകൊണ്ടിരിക്കും. അപ്പൊ ജീവിതകാലം മുഴുവനും ഈ ആത്മാവിന്റെ നടത്തിപ്പിൽ മുമ്പോട്ട് പോകണം എന്ന് പഠിപ്പിക്കുന്ന, ഉറച്ചു വിശ്വസിക്കുന്ന, അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സഭയാണ് ക്രിസ്തുവിന്റെ സഭ. കഴിഞ്ഞ ആഴ്ച ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ആത്മവരങ്ങൾ എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ വരങ്ങൾ, 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മ കൃപാവരങ്ങളായിട്ട് നൽകപ്പെട്ടവ ഇന്നുണ്ടോ? അവ എന്തായിരുന്നു? ഈ വക കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ്.